Hello everyone. MSc Mathematics ഫസ്റ്റ് സെമിസ്റ്റർ ലീനിയർ ഓൾജിബ്രയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്നിവിടെ സ്റ്റാർട്ട് ആവുന്നത്. നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ലീനിയർ ഓൾജിബ്ര കെനത്ത് ഓഫ്മാൻ്റെ ടെക്സ്റ്റ് ആണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനീഷൻ ആണ്. നമുക്കറിയാം വെക്റ്റർ സ്പേസ് എന്താ എന്നൊക്കെ, അതിൻ്റെ കണ്ടീഷൻസ് എന്താണ് ഒക്കെ അറിയാം. ഇതിൽ നമുക്കൊന്നും കൂടി നോക്കാം. ഡെഫിനീഷൻ: എ വെക്റ്റർ സ്പേസ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്: a field f of scalars, a set v of objects called vectors, a rule or operation called vector addition which associate with each pair of vectors alpha beta in V, a vector alpha plus beta in V called the sum of alpha and b in such a way that ഓക്കെ, അതായത് ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫീൽഡ് ഉണ്ടായിരിക്കും. എ ഫീൽഡ് എഫ് ഓഫ് സ്കേലാർസ് ആൻഡ് വെക്റ്റർ സ്പേസിലെ എലമെൻസിനെ നമ്മൾ എന്താണ് വിളിക്കുക? വെക്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ആ വെക്റ്റർ സ്പേസിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് വെക്റ്റർ അഡീഷൻ വിച്ച് അസോസിയേറ്റ് വിത്ത് ഈച്ച് പെയർ ഓഫ് വെക്റ്റേഴ്സ് ആൽഫ കോമ ബീറ്റ ഇൻ വി, എ വെക്റ്റർ ആൽഫ പ്ലസ് ബീറ്റ ഇൻ വി. അതായത് ആ വെക്റ്റർ സ്പേസിലെ ഏത് രണ്ട് എലമെൻറ്റ്സ് നമ്മൾ എടുത്താലും അവിടെ നമ്മളൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, വെക്റ്റർ അഡീഷൻ. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്ലസ് ആണ്. അപ്പോൾ ആ ഓപ്പറേഷൻ നമ്മൾ ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ ചെയ്താൽ ആ ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് കിട്ടുന്ന വാല്യൂ എവിടെ ഉണ്ടായിരിക്കണം? ആ വെക്റ്റർ സ്പേസ് ആയിട്ടുള്ള വിയിൽ ഉണ്ടായിരിക്കണം. അതാണ് വെക്റ്റർ അഡീഷൻ. ഇനി ആ വെക്റ്റർ അഡീഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നോക്കുക. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാലും ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കണം. ആൻഡ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ്, അതായത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു ഈ ഫോമിൽ എഴുതിയാലും സെയിം ആയിരിക്കണം. ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്താ പറയുക? അഡീഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാം. മൂന്നാമത്തെ, ദർ ഈസ് എ യുണീക് വെക്റ്റർ സീറോ ഇൻ വി കോൾഡ് ദ സീറോ വെക്റ്റേഴ്സ്. അതായത് സീറോ വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്. സച്ച് ദാറ്റ് പ്രോപ്പർട്ടി എന്താ? ആൽഫ പ്ലസ് സീറോ ഈക്വൽ ടു ആൽഫ ഫോർ ഓൾ ആൽഫ ഇൻ വി. അതായത് ആൽഫ ഈ സീറോൻ്റെ ഒപ്പം ഏതൊരു എലമെന്റ് ആഡ് ചെയ്താലും, ഇവിടെ അഡീഷൻ ഉദ്ദേശിക്കുന്നത് വെക്റ്റർ അഡീഷൻ ആണ്. നമ്മൾ എന്തൊരു ഓപ്പറേഷൻ ആണോ കൊടുത്തിരിക്കുന്ന അഡീഷൻ ആയിട്ടാണ്, അതാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുക. ഈ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ആൽഫ പ്ലസ് സീറോ ഈക്വൽ ടു ആൽഫ ഫോർ ഓൾ ആൽഫ ഇൻ വി. നെക്സ്റ്റ് ഡി, ഫോർ ഈച്ച് വെക്റ്റർ ആൽഫ ഇൻ വി there is a unique vector minus alpha in V such that alpha plus minus alpha equal to 0. അതായത് ഏതൊരു വെക്റ്റർ ആൽഫ നമ്മൾ വീണെടുത്താലും നമുക്കൊരു മൈനസ് ആൽഫ, ഇവിടെ മൈനസ് ആൽഫ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ്, ഈ സീറോ എന്ന് പറയുന്നത് സീറോ വെക്റ്റർ അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എന്നൊക്കെ പറയാം. അപ്പോൾ സീറോ വെക്റ്റർ നമുക്ക് കിട്ടണം. ഇത് രണ്ടും, ഈ ഇൻവേഴ്സും ആൽഫയും ആൽഫയുടെ അഡിറ്റീവ് ഇൻവേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ വെക്റ്റർ കിട്ടണം. അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. ആ ഇൻവേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം? വിയിൽ ഉണ്ടായിരിക്കണം. അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. ഇനി നമ്മൾ പറഞ്ഞു വെക്റ്റർ അഡീഷന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ആ വെക്റ്റർ സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേറൊരു ഓപ്പറേഷൻ ആണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ടോട്ടൽ രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത്, ഒന്ന് വെക്റ്റർ അഡീഷനും മറ്റേത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ നോക്കാം. നെക്സ്റ്റ്, എ റൂൾ ഓർ ഓപ്പറേഷൻ കോൾഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വിച്ച് അസോസിയേറ്റ് വിത്ത് ഈച്ച് സ്കേലാർ സി ഇൻ എഫ് ആൻഡ് വെക്റ്റർ ആൽഫ ഇൻ വി, എ വെക്റ്റർ സി ആൽഫ ഇൻ വി. അതായത് നമ്മൾ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഫീൽഡാണ്, ഫീൽഡ് ഓഫ് സ്കേലാർസ്. അപ്പോൾ നമ്മളൊരു സി എഫിൽ നിന്ന് എടുത്താൽ അതൊരു സ്കേലാറാണ്. ആ ഏതൊരു സി എടുത്താലും ആ സി ഇൻറ്റു നമ്മുടെ ഈ വെക്റ്റർ സ്പേസിലെ എലമെന്റ് ആയിട്ടുള്ള ആൽഫ ചെയ്താൽ, നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സി ഇൻറ്റു ആൽഫ ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ്? സി ആൽഫ. ആ സി ആൽഫ ഇവിടെ ഉണ്ടായിരിക്കണം, വെക്റ്റർ സ്പേസ് ആയിട്ടുള്ള വിയിൽ തന്നെ ഉണ്ടായിരിക്കണം. അതാണ് നാലാമത്തെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു വെക്റ്റർ സ്പേസിൽ, പക്ഷെ ആ ചെയ്ത് കിട്ടുന്ന സംഭവം വിയിലത്തെ തന്നെ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഈ വെക്റ്റർ
നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെച്ചിട്ട് തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മൾ വെക്ടർ അഡീഷന് പറഞ്ഞ പോലെ തന്നെ. അതായത് 1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു ആൽഫ ആയിരിക്കും ഫോർ എവ്രി ആൽഫ ഇൻ വി. നെക്സ്റ്റ് ഇവിടെ 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. ഇവിടുത്തെ 0 അഡിറ്റീവ് ഐഡന്റിറ്റി ആണെങ്കിൽ ഈ 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പോൾ 1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു ആൽഫ ഫോർ എവ്രി ആൽഫ ഇൻ വി. നെക്സ്റ്റ് പ്രോപ്പർട്ടി C1 ഇൻറ്റു C2 ആൽഫ ഈക്വൽ ടു C1 C2 ആൽഫ. ഇവിടെ C1 ഉം C2 ഒക്കെ സ്കെയിലാർ ആണ്. ഇനി അടുത്തത് C ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു C ആൽഫ പ്ലസ് C ബീറ്റ. C1 പ്ലസ് C2 ഇൻറ്റു ആൽഫ ഈക്വൽ ടു C1 ആൽഫ പ്ലസ് C2 ആൽഫ. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം വെക്ടർ സ്പേസിന്റെ. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ the n tuple space f raised to n. ഈ n tuple space നമ്മൾ ഡിനോട്ട് ചെയ്യുക f raised to n ആണ്. ഇവിടെ f എന്താണ്? ഫീൽഡ് ആണ്. Let V be the set of all n tuples alpha equal to x1 x2 etc xn of scalars xi in f. അതായത് നമ്മൾ V എന്ന് പറഞ്ഞ, അതായത് n tuple space കൊണ്ട് ഉദ്ദേശിക്കുന്നത് f raised to n ആണ്. അതായത് അതെന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ n ടപ്പിൾസുകളുടെ കളക്ഷൻ. n ടപ്പിൾസ് എന്ന് പറയുമ്പോൾ അതിലത്തെ ഓരോ കോർഡിനേറ്റും, അതായത് x1 x2 എക്സെട്ര xn എന്നുള്ള ഫോമിലുള്ള ആൾക്കാരുടെ കളക്ഷൻ ആണ്. അതിലത്തെ ഓരോ xiകളും എഫിലത്തെ എലമെന്റ്സ് ആയിരിക്കും. അങ്ങനത്തെ n ടപ്പിൾസുകളുടെ കളക്ഷനെയാണ് നമ്മൾ n ടപ്പിൾ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സെറ്റ് ഒരു കളക്ഷൻ x1 x2 എക്സെട്ര xn വേർ xi ബിലോങ്സ് ടു f. ഈ കളക്ഷനെയാണ് നമ്മൾ n ടപ്പിൾ സ്പേസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വെക്ടർ സ്പേസ് ആണ്. അതായത് ഇതിൽ അഡീഷൻ, നമ്മൾ പറഞ്ഞു വെക്ടർ അഡീഷൻ ഉണ്ടായിരിക്കും, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു വെക്ടർ സ്പേസിലെ 2 ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടത്തെ വെക്ടർ അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആൽഫ എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn ആണ്. ബീറ്റ എന്ന് പറയുന്നത് y1 y2 എക്സെട്ര yn ആണ്. ഈ n ടപ്പിൾ സ്പേസ് ആയിട്ടുള്ള v എന്ന് പറയുന്നതാണ് നമ്മൾ n ടപ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അതായത് f raised to n ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് v ആണെന്ന് വിചാരിക്കാം ആ n ടപ്പിൾ സ്പേസ്. അപ്പോൾ ആ വിയിൽ നിന്ന് നമ്മൾ 2 എലമെന്റ്സ് എടുത്തു, ആൽഫ ആൻഡ് ബീറ്റ. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്ര xn പ്ലസ് yn. നെക്സ്റ്റ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നമ്മൾ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്ര xn പ്ലസ് yn. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സി ആൽഫ ഈക്വൽ ടു സി x1 സി x2 എക്സെട്ര സി xn. അപ്പോൾ ഈ 2 ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ വെക്ടർ സ്പേസിന്റെ ആ പ്രോപ്പർട്ടീസ്, അതായത് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, അഡിറ്റീവ് ഐഡന്റിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ n ടപ്പിൾ സ്പേസ് ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് നമുക്ക് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി എക്സാമ്പിൾ 2. ദ സ്പേസ് ഓഫ് m by n മെട്രീസസ്, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാം f raised to m ക്രോസ് n ആണ്. f raised to m ക്രോസ് n. ഇവിടെ f ഫീൽഡ് ആണ്. ലെറ്റ് f be any field and let m and n be positive integers. Let f raised to m cross n be the set of all m by n matrices over the field f. അതായത് f raised to m ഉം n ഉം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഈ f raised to m by n കൊണ്ട് ഉദ്ദേശിക്കുന്നത്, m ക്രോസ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് ഓൾ m by n മെട്രീസസ് ആണ് ഓവർ ദ ഫീൽഡ് f. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ കളക്ഷനിൽ അതൊരു വെക്ടർ സ്പേസ് ആണ്, പക്ഷേ എന്ത് ഓപ്പറേഷൻ ആണ് നമുക്ക് നോക്കാം. അവിടെ അഡീഷൻ, വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്, m by n ഓർഡർ ഉള്ളത്. ബി എന്ന് പറയുന്നത് m by n ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണ്. സോ നമ്മൾ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എ പ്ലസ് ബി ഐ ജെ, ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു എൻട്രി, ആ മെട്രിക്സിലെ ഒരു എൻട്രി, അത് ഈക്വൽ ടു എ ഐ ജെ പ്ലസ് ബി ഐ ജെ. ഈ ഒരു ഫോമിലാണ് നമ്മൾ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 2x2 മെട്രീസസുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രീസ്, അതായത് കറസ്പോണ്ടിങ് എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ആ ഒരു രീതിയാണ് ഇവിടെ
ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഫസ്റ്റ് A11 ഫസ്റ്റത്തെ മെട്രിക്സ് എ എടുത്തു. എയിലത്തെ എ ഫസ്റ്റ് പൊസിഷനിൽ, അതായത് A11 പൊസിഷനിലുള്ള എലമെന്റ് എടുത്തു. അതാണ് A11 എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു. അവിടെയും ആ 11 പൊസിഷനിലുള്ള B11 ആ പൊസിഷനിലുള്ള എലമെന്റ് എടുത്തു ആ മെട്രിക്സിൽ. ആ രണ്ട് എലമെന്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടത്തെ A+B എന്ന മെട്രിക്സിലെ ആ 11 പൊസിഷനിൽ വരുന്ന എൻട്രി കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒക്കെ. ഇനി നെക്സ്റ്റ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് CAIJ ഈക്വൽ ടു CAIJ. ഓക്കെ, ഇനി നോട്ട് ചെയ്യാം. ഈ f⁻1 ക്രോസ് n എന്തുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, f⁻n എഴുതാം. ഈ f⁻1 ക്രോസ് n എന്ന് വെച്ചാൽ എന്താ? 1/n ഓർഡറുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ് ഓവർ എഫ്. ഓക്കെ, അതായത് ആ മെട്രിക്സിൽ ഒരു റോയും n കോളംസും ആയിരിക്കും. അപ്പോൾ ഒരു കോളാണ്. അപ്പോൾ നമുക്കതിനെ f⁻2 ഈ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് ഈ 1 എഴുതാതെ തന്നെ ജസ്റ്റ് f⁻2 എന്ന് ഡിനോട്ട് ചെയ്താലും മതിയാകും. ഓക്കെ, വെയിറ്റ്. ഇനി എക്സാമ്പിൾ 3 നമുക്ക് നോക്കാം. ദ സ്പേസ് ഓഫ് ഫങ്ഷൻസ് ഫ്രം എ സെറ്റ് ടു എ ഫീൽഡ്. അതായത് എഫ് ഒരു ഫീൽഡാണ്. എഫ് ബി എനി ഫീൽഡ് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ആ രണ്ട് ഓപ്പറേഷൻ വെച്ചിട്ട് അത് വെക്ടർ സ്പേസ് ആണ്. അഗെയിൻ ഐ എം സോറി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ മെട്രിക്സിന്റെ കേസിൽ f⁻m ക്രോസ് n ആ ഒരു കളക്ഷനിൽ ആ ഒരു വെക്ടർ സ്പേസ് ആണ്. നമുക്ക് ആ രണ്ട് ഓപ്പറേഷൻ വെച്ചിട്ട് കാണിക്കാൻ സാധിക്കും. അതായത് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ആ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. അത് വെക്ടർ സ്പേസ് ആണ്, നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇത് സിമ്പിൾ ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് ദ സ്പേസ് ഓഫ് ഫങ്ഷൻസ് ഫ്രം എ സെറ്റ് ടു എ ഫീൽഡ്. അതായത് എഫ് ബി എനി ഫീൽഡ് ആൻഡ് എസ് ബി എനി നോൺ എംപ്റ്റി സെറ്റ്. Let V be the set of all functions from the set S into F. എസിൽ നിന്ന് എഫിലേക്കുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും കളക്ഷൻ എടുത്താൽ കളക്ഷൻ എടുത്തു നമ്മൾ. അതിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാണ്. ദ സം ഓഫ് ടു വെക്ടേഴ്സ് എഫ് ആൻഡ് ജി ഇൻ വി ഈസ് ദ വെക്ടർ എഫ് പ്ലസ് ജി. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഫ്രം എസ് ഇൻറ്റു എഫ് ഡിഫൈൻഡ് ബൈ. അതായത് നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് എടുത്തു, എസിൽ നിന്ന് എഫിലേക്ക്, എഫ് കോമ ജി. ഇനി അതിൽ അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എഫ് പ്ലസ് ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് ജി ഓഫ് എസ്. അഡീഷൻ കഴിഞ്ഞു. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? സി എഫ് ഓഫ് എസ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് എസ്. ഓക്കെ, ഈ ഒരു രണ്ട് ഓപ്പറേഷൻ പ്രകാരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കിട്ടും? The space of functions from a set to a field എന്താണ്? ഒരു വെക്ടർ സ്പേസ് ആണെന്ന് കിട്ടും. ഓക്കെ, അതായത് എല്ലാ ഫംഗ്ഷൻസിൻ്റെ എസിൽ നിന്ന് എഫിലേക്ക്, എസ് ഒരു സെറ്റാണ്, എഫ് ഒരു ഫീൽഡാണ്. അപ്പോൾ എസിൽ നിന്ന് എഫിലേക്കുള്ള എല്ലാ ഫംഗ്ഷൻസിൻ്റെയും കളക്ഷൻ എടുത്താൽ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്ന് കിട്ടും. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെക്ടർ അഡീഷൻ ഇതും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഇതുമായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ 4. The space of polynomial functions over a field f. അതായത് എഫ് ഒരു ഫീൽഡാണ് ആൻഡ് വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് എഫ് ഫ്രം എഫ് ഇൻറ്റു എഫ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു സെറ്റിൽ നിന്ന് എഫിലേക്കാണ്. ഇവിടെ രണ്ടും സെയിം ഫീൽഡ് തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻ എഫ് ഫ്രം എഫ് ഇൻറ്റു എഫ് വിച്ച് ഹാവ് എ റൂൾ ഓഫ് ദ ഫോം. എങ്ങനത്തെ ഫംഗ്ഷനാണ്? എല്ലാ ഫംഗ്ഷനുകളും അല്ല, ഈ ഒരു ഫോർമാറ്റിലുള്ള ഫംഗ്ഷനുകളാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു C0 plus C1x plus etc plus Cn x raised to n, where C0, C1, etc. Cn are fixed scalars in F. അതായത് എഫിൽ നിന്ന് എഫിലേക്കുള്ള ഫംഗ്ഷനുകളുടെ കളക്ഷനാണ്. പക്ഷേ ആ ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അത് ഉണ്ടായിരിക്കുക ഫംഗ്ഷൻ. ഇവിടുത്തെ C0, C1, etc. Cn ഒക്കെ എഫിലുള്ള എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, A function of this type is called a polynomial function on F.
ഈ ഒരു ഫോർമാറ്റിലുള്ള ഫംഗ്ഷനെ നമ്മൾ എന്താ വിളിക്കുക? പോളിനോമിയൽ ഫംഗ്ഷൻ ഓൺ എഫ് എന്നാണ് വിളിക്കുക. That addition and scalar multiplication be defined as in example 3. എക്സാമ്പിൾ 3ൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എഫും ജിയും രണ്ട് ഫംഗ്ഷനുകളാണ് ഈ ഒരു സ്പേസിൽ നിന്ന് എങ്കിൽ നമ്മൾ അഡീഷൻ എങ്ങനെയാണ്? എഫ് പ്ലസ് ജി ഓഫ് എഫ് ഈക്വൽ ടു എന്താണ്? അതായത് എഫും ജിയും രണ്ട് ഫംഗ്ഷനുകളാണ് ഈ സ്പേസിൽ നിന്നെങ്കിൽ അഡീഷൻ എങ്ങനെയാണ്? ഇപ്പോൾ എസ് എന്ന് പറയുന്നത് ഈ എഫിലെ ഒരു എലമെന്റ് ആണെന്ന് കരുതുക. അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് ജി ഓഫ് എസ്. ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും നേരത്തെ ഡിഫൈൻ ചെയ്ത എക്സാമ്പിളിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോ പ്രോപ്പർട്ടിയും, അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ ഐഡന്റിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു വെക്റ്റർ സ്പേസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. Example 5. The field C of complex numbers may be regarded as a vector space over the field R of real numbers. അതായത് complex numbers, the field C of complex numbers may be regarded as a vector space over the field R of real numbers. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കളക്ഷൻ സി എടുത്താൽ ഓവർ ആറിൽ അതും ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ. More generally, let F be the field of real numbers and V be the set of n tuples alpha equal to x1, etc. xn, where x1, x2, etc. xn are complex numbers. അതായത് ഇവിടെ ഫീൽഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷനും ആൻഡ് വെക്ടേഴ്സ് നമ്മൾ സെറ്റായിട്ട് വി ആയിട്ട് എടുത്തിരിക്കുന്നത് എൻ ടപ്പിൾസിന്റെ കളക്ഷനാണ്. ഇവിടെ എക്സൈകൾ ഇവിടെ നിന്നാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ഡിഫൈൻ ചെയ്ത പോലെയാണ്. അതായത് കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സി ഇൻറ്റു ഇതാണെങ്കിൽ എന്താണ് സി എക്സ് വൺ എക്സെട്ര സി എക്സ് എൻ. ഓക്കെ, ആ രീതിയിൽ ആ ഓപ്പറേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഫിഫ്ത്ത് എക്സാമ്പിൾ. എന്താണ്? എഫ് നമ്മൾ എടുക്കുന്നത് റിയൽ നമ്പേഴ്സ് ആയിട്ടും വി എടുക്കുന്നത് എൻ ടപ്പിൾസ് ആണ്. ഇവിടെ എക്സൈക്കിളെല്ലാം സിയിൽ നിന്ന്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഫസ്റ്റത്തെ എക്സാമ്പിൾ ഡിഫൈൻ ചെയ്ത പോലെ കോർഡിനേറ്റ് വൈസ് ആയിട്ടാണ്. സോ ഇത് നമ്മൾ ആദ്യം വെക്ടർ സ്പേസിന്റെ ഡെഫിനീഷൻ പറഞ്ഞുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇതൊരു വെക്ടർ സ്പേസ് ആണ്. ഇനി ഒരു ചെറിയൊരു ഡെഫിനേഷൻ ആണ്. എ വെക്ടർ ബീറ്റ ഇൻ V is said to be a linear combination of the vectors alpha 1 etc. alpha n in V, provided there exists scalars c1 etc. cn in F such that beta equal to c1 alpha 1 plus etc. cn alpha n. അതായത് ഒരു വെക്ടർ ബീറ്റ നമ്മൾ വിയിൽ നിന്ന് എടുത്താൽ, വി എന്താണ്? വെക്ടർ സ്പേസ് ആണ്. അത് ലീനിയർ കോമ്പിനേഷൻ ആണ് വെക്ടേഴ്സ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ വി. എപ്പോഴാണ് നമ്മൾ പറയുക? അവിടെ എക്സിസ്റ്റ് ചെയ്യണം സ്കേലാർ c1 c2 എക്സെട്ര cn in F such that ബീറ്റനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ സാധിക്കണം. അതായത് c1 ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് cn ആൽഫ n എന്നുള്ളൊരു ഫോമാറ്റിൽ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് ഈ ആൽഫ 1 എക്സെട്ര ആൽഫ n എന്നുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, ഇത് ബീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വേഷനെ സമ്മേഷൻ i ഈക്വൽ ടു 1 to n ci ആൽഫ i എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സബ് സ്പേസിന്റെ ഡെഫിനീഷനും എക്സാമ്പിൾസും നോക്കാം. സോ താങ്ക് യു.